വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോബസ്റ്റ പഴമൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോണ്ട റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമായത് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ഗ്ലാസ് അരിപ്പൊടി മിക്സ് ചെയ്തെടുത്തതും, പിന്നെ നമുക്ക് കടലയും ചെറിയ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നെയ്യിൽ വറുത്തെടുത്തതും മാറ്റി വയ്ക്കുക. 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് കടലയും ചെറുതായിട്ട് വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചു. നമുക്കൊരു 5 റോബസ്റ്റ പഴമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ പഴം വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. കൈ വെച്ചോ ഫോർക്ക് വെച്ചോ ഒക്കെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ പിന്നെ തേങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കകത്ത് വറുത്ത് ആദ്യം തന്നെ മാറ്റി വെച്ചിരുന്നതാണ്. കടല അതുപോലെ തന്നെ തൊലി കളഞ്ഞ് നെയ്ക്കകത്ത് വറുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കുകയാണ്. അതുപോലെ ഒരു നുള്ളു ഉപ്പ്, ജസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്ക് ബോണ്ടയ്ക്കകത്തൊരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി കൊണ്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സോഡാപ്പൊടി ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കുക. ഏകദേശം നമ്മുടെ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി നമ്മൾ കയ്യിൽ കുറച്ചൊരു നെയ്യ് ഒന്ന് തൂത്തിട്ട് ഇത് ഓരോരോ ബോളുകളായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം അത് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് സിമ്മിലാക്കി വെക്കണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേഗത്തില്ല. അപ്പോൾ നമ്മൾ തീ സിമ്മിലാക്കി നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 9 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ സാധനങ്ങളെല്ലാം പറഞ്ഞത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്തിരുന്നു, 1/2 ഗ്ലാസ് അരിപ്പൊടി ചേർത്തിരുന്നു. അരിപ്പൊടിയൊക്കെ ചേർത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്തിരുന്നു. ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് ചേർത്തു. കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്തായിരുന്നു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇത്രയും വെച്ചാണ് റോബസ്റ്റ പഴം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തു. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ മാറ്റി വെച്ചു. അതിന് ശേഷമാണ് നമ്മളിത് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറൊക്കെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകമായിട്ടുള്ള കളറ്. ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇത്. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ കളറൊക്കെ ഉണ്ടാവും. നല്ലതായിട്ടിത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് തേങ്ങാക്കൊത്തും മറ്റേ ഈ കടലയൊക്കെ നമ്മൾ ഇട്ടതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബോണ്ടയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. 4 മണിക്ക് നല്ല ചൂട് പറക്കുന്ന ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.